അത്ലറ്റിക്കോ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി റയൽ മാഡ്രിഡ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ. റിയാദിൽ നടന്ന ആവേശകരമായ സെമി ഫൈനൽ പോരാട്ടത്തിൽ 3-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡിന്റെ വിജയം. എക്സ്ട്രാ ടൈമിലാണ് റയൽ വിജയ ഗോളുകൾ നേടിയത്. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ ഗ്രീസ്മാന്റെ പാസിൽ നിന്നും മരിയോ ഹെർമോസ അത്ലറ്റിക്കോയെ മത്സരത്തിൽ മുന്നിലെത്തിച്ചു. 20-ാം മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ച് എടുത്ത കോർണറിൽ നിന്ന് ഹെഡറിലൂടെ അന്റോണിയോ റുഡിഗർ റയലിന് സമനില നേടിക്കൊടുത്തു. 29-ാം മിനിറ്റിൽ ഫെർലാൻ മെൻഡിയിലൂടെ റയൽ ലീഡ് നേടി. എന്നാൽ 37-ാം മിനിറ്റിൽ ഉജ്ജ്വലമായ ലോങ് റേഞ്ച് സ്ട്രൈക്കിലൂടെ ഗ്രീസ്മാൻ അത്ലറ്റിക്കോയെ ഒപ്പമെത്തിച്ചു. ആദ്യ പകുതിയിൽ സ്കോർ 2-2. രണ്ടാം പകുതിയിൽ 78-ാം മിനിറ്റിൽ അത്ലറ്റിക്കോ ലീഡ് തിരിച്ചു പിടിച്ചു. ഗോൾ കീപ്പർ കെപ്പ അരിസബലാഗയുടെ ക്ലിയറൻസ് പിഴവിൽ നിന്നും റുഡിഗർ വഴങ്ങിയ സെൽഫ് ഗോളാണ് അത്ലറ്റിക്കോയ്ക്ക് ലീഡ് നേടിക്കൊടുത്തത്. എന്നാൽ 85-ാം മിനിറ്റിൽ ഡാനി കാർവഹാലിലൂടെ റയൽ സമനില പിടിച്ചു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടി സമനില പാലിച്ചതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. എക്സ്ട്രാ ടൈമിലെ 116-ാം മിനിറ്റിൽ ഒസേലുവിന്റെ ഹെഡർ റയലിന് ലീഡ് നേടിക്കൊടുത്തു. മത്സരത്തിന്റെ അവസാന മിനിറ്റിൽ ബ്രാഹിം ഡിയസ് കൂടി ലക്ഷ്യം കണ്ടതോടെ റയൽ 5-3 വിജയവുമായി ഫൈനലിലേക്ക് മുന്നേറി. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റയൽ ഇന്ന് നടക്കുന്ന ബാഴ്സലോണ ഒസാസുന പോരാട്ടത്തിലെ വിജയികളെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.